ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു തൈര് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സാധാരണ നമ്മൾ മോരുകറി അല്ലെങ്കിൽ തൈര് കറി ചേന, ചേമ്പ്, വെള്ളരി, കുമ്പളങ്ങ ഇതെല്ലാം വെച്ചിട്ടല്ലേ ഉണ്ടാക്കാറ്. ഇതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് വഴുതനങ്ങ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ തൈര് കറി ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വലിയ സൈസുള്ള ഒരു വഴുതനങ്ങ ഇതുപോലെ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. വഴുതനങ്ങ ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇത്രയും കനത്തിൽ കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. ഇനി ഈ വഴുതനയിൽ തേച്ച് പിടിപ്പിക്കാൻ ഒരു മസാല തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിയിൽ ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് അതിനാവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കൊരു കുഴമ്പ് പരുവത്തിലാക്കിയിട്ടെടുക്കാം. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ മസാല നമുക്ക് മുറിച്ച് വെച്ചിട്ടുള്ള വഴുതനയിൽ തേച്ച് പിടിപ്പിക്കാം. ഇപ്പോൾ വഴുതനയിലെല്ലാം മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. ഉപ്പും മുളകും മഞ്ഞളും എല്ലാം വഴുതനയിലേക്ക് നന്നായിട്ട് പിടിക്കട്ടെ. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വഴുതനങ്ങ ഒന്ന് പൊരിച്ചെടുക്കാം. ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് ഈ വഴുതനങ്ങ പെറുക്കി വെച്ച് കൊടുക്കാം. സാധാരണ നമ്മൾ മീൻ വറക്കണ ആ പ്രോസസ്സ് തന്നെ. ഒരു ഭാഗം നന്നായി വെന്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടതിന് ശേഷം അപ്പുറത്തെ ഭാഗവും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. കറിയിലിടുമ്പോൾ വഴുതനങ്ങ കുഴഞ്ഞു പോകാതിരിക്കാനും കുറച്ചൊരു ബലത്തിൽ കിടക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് പൊരിച്ചെടുക്കണത്. അതുമാത്രമല്ല, ഇങ്ങനെ ചെയ്യുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റുമാണ്. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ട്രിപ്പ് വഴുതന പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ബാക്കി വന്നിട്ടുള്ള എണ്ണയിൽ നമുക്ക് ബാക്കി ഇരിക്കുന്ന വഴുതനയും കൂടെ ഇതുപോലെ പൊരിച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് വഴുതനയും പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ചിട്ടുള്ള വഴുതനങ്ങ ഇതുപോലെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ അടുക്കി വെച്ച് കൊടുക്കാം. വഴുതനങ്ങ അവിടെ ഇരിക്കട്ടെ. അപ്പോഴത്തേനും നമുക്ക് അതിലേക്ക് വേണ്ട തൈര് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇതൊരു മീഡിയം പുളിപ്പുള്ള കട്ട തൈരാണ്. ഞാനിതിൽ തേങ്ങയോ വേറൊന്നും ചേർത്തിട്ടില്ല. ഇനി ഈ തൈര് നമുക്ക് ഈ വഴുതനയിലേക്ക് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് വഴുതനങ്ങ ഉടഞ്ഞു പോവാത്ത രീതിയിൽ ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കണം. ഇപ്പോൾ നമ്മൾ തൈര് കറി ഇവിടെ റെഡിയായി. ഇനി ഇതൊന്ന് വറവിടും കൂടെ വേണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുകിട്ട് പൊട്ടിച്ച് അതിലേക്ക് കറിവേപ്പിൻ്റെ ഇല, ഉണക്കമുളക്, അതുപോലെ 3-4 പച്ചമുളക് നീളത്തിൽ കീറിയതും കൂടെ ചേർത്തു. ഇനി പച്ചമുളകിൻ്റെയൊക്കെ ആ ഒരു പച്ചച്ചോവ മാറുന്ന വരെ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചിട്ടെടുക്കണം. പച്ചമുളകും ഉണക്കമുളകും എല്ലാം നന്നായി മൂത്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ കായം പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർക്കണം. ഈ സമയത്ത് കുരുമുളകിൻ്റെ പൊടി ഇഷ്ടമുള്ള ആൾക്കാർക്ക് ചേർക്കാം. ഞാനിവിടെ കുരുമുളക് ഇല്ലാത്ത കാരണം കൊണ്ട് അത് ചേർത്തുണ്ടായിരുന്നില്ല. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ച് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിത് കറിയിലേക്ക് ചേർക്കാം. ഈ സമയത്ത് നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ചേർക്കാം. ഇപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു വഴുതനങ്ങ തൈര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.